ഹലോ ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ലോഗ്. ഇന്ന് നമ്മൾ വീട്ടിൽ പോവാണ്. സോ നമ്മൾ രാവിലത്തെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കംപ്ലീറ്റ് ചെയ്തു. അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഞാൻ മാത്രമായിരുന്നു ഉച്ചയ്ക്ക് പോകുന്നുണ്ടായിരുന്നത്. ബാക്കി ഫ്രണ്ട്സ് എല്ലാം വൈകിട്ടായിരുന്നു വീട്ടിൽ പോകുന്നുണ്ടായിരുന്നത്. വീട്ടിൽ പോകുന്നതിൻ്റെ ആവേശത്തിൽ ഹോസ്റ്റലിൽ കീ മേടിക്കാൻ മറന്നിട്ടാണ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വന്നത്. അവസാനം റെനീനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് സൈക്കിളിൽ കൊണ്ട് കീ എല്ലാം തന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ റെഡിയായി, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഞാൻ 12:30 ട്രെയിനിലാണ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആകുമ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തും. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇല്ലാത്ത കാരണം, വിശക്കും എന്നുള്ള കാരണം ഞാൻ കുറച്ച് മ്യൂസ്ലി എടുത്ത് കഴിച്ചിട്ടാണ് ഹോസ്റ്റലിൽ ഇറങ്ങിയത്. ഇനി 1 മന്ത് നമുക്ക് സ്റ്റഡി ലീവാണ്. എക്സ്റ്റേണൽ എക്സാം ഒക്കെ ജൂണിലാണ് നമുക്ക് വരുന്നത്. അത് കാരണം 1 മന്ത് നമ്മൾ ഇനി നാട്ടിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിൻ കയറി. ബുക്ക് ചെയ്ത കാരണം ട്രെയിനിൽ വലിയ സീനൊന്നും ഉണ്ടായില്ല. നാട്ടിലെ അമ്പലത്തിലെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും നാളെയും കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ട്രെയിൻ കയറിയത്. വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മയും കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ അടുത്തുള്ള കസിൻ്റെ വീട്ടിൽ പോയി. കസിൻ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കയ്യിൽ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഇന്ന് അമ്മയുടെയും വല്യമ്മൻ്റെയൊക്കെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഉണ്ണിക്കുട്ടൻ്റെ ഗാങ്ങിൻ്റെ വക ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് വൈബ് അടിക്കുന്ന ഈ കുഞ്ഞു ചെക്കനാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ കുറച്ച് നേരം ഡാൻസ് എല്ലാം കണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ചതിൻ്റെ വകയായിട്ട് ഒരു ട്രോഫി എല്ലാം കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞയ്ക്ക് എന്നെയും ചേച്ചിനെ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് അവൾക്ക് ഇടയിൽ കയറിയിരിക്കണം. കുറച്ച് നേരം കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.